ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മൂന്നാർ പോവുകയാണ്. പിന്നെ മൂന്നാർ പ്രാവശ്യം നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോകുന്നൊന്നല്ല, നമ്മൾ അതിന് പകരമല്ല. നമ്മൾ ബോൺ ട്രക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയ ഒരു പുതിയ ഇനിഷ്യേറ്റീവ്, ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്താണെന്ന് ശരിക്കും വെച്ചാൽ നമ്മൾ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൂടാം. ലൈക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇന്ന ആൾക്കാർ പറ്റുള്ളൂ, ഇന്ന ആൾക്കാർ പറ്റില്ല, അങ്ങനെ ഒന്നൊന്നുമില്ല. സ്ട്രേഞ്ചേഴ്സായിട്ട് കൂട്ടുകൂടാം. ഇനി നമുക്ക് ഓരോരോ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ അതിൻ്റേതായിട്ട് ഉള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ, കുറേ ഗെയിംസും നമുക്ക് നമ്മുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മനസ്സ് തുറക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നമ്മുടെ എൻ്റെ നായിക വന്നിരിക്കുന്നു. ഇരിക്കുന്ന വാ അമ്മേ. ഹായ് ഹായ് ഹായ്. അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടല്ലേ വന്നത്? അത് ഫാൻ കൂടിയില്ല എല്ലപ്പോഴും. അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് മൂന്നാർ പോകണം. അപ്പോൾ നമ്മൾ അതിന് ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റത്തെ ക്യാമ്പ് മൂന്നാറിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് ഏത് സ്റ്റേ ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അല്ലേ? അതെ, അതാണ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇന്ന് വ്ളോഗ് ഉണ്ടാവുക. പിന്നെ വിത്ത് ടീമായിരിക്കും നമ്മൾ പോകുന്നത്, ബോൺ ട്രക്കിൻ്റെ ടീമായിട്ട്. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞേക്കുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യണോ എന്തൊക്കെയാണ് അവിടെ, നല്ലതാണോ എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ. എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകുള്ളൂ, എന്നിട്ട് മാത്രമേ നിങ്ങളെ കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അതാണ് മുടി ഇങ്ങനെ എടുക്കുന്നത്. ഇനി പോകണം, വൈകുന്നേരം പോകണം, എന്നിട്ട് നോക്കണം. അപ്പോൾ ബോൺ ട്രക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഈ ഒരു ബ്ലോഗിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പാക്കിംഗ് ഒരു ദിവസത്തിലാണ്. എന്നാലും ഒരു ഡ്രസ്സ് എടുത്തു, അത്ര വേറൊന്നുമില്ല. പിന്നെ മേക്കപ്പ് ഐറ്റംസ്, സ്കിൻ കെയർ, അങ്ങനത്തെ സംഭവങ്ങളാണ് അതെടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് പാക്കിംഗ് ഒന്നുമില്ല. അതന്നെ. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഇന്നൊരു കൊറിയറൊക്കെ വരാനുണ്ട്. നമുക്കറിയില്ല എന്താണ് ആ കൊറിയറിൽ നിന്ന്. ഇവളുടെ ബർത്ത്ഡേ ആണ് ഈ മാസം 15-ാം തീയതി. അപ്പം ഞാനത് തുറന്ന് നോക്കാലോ അല്ലേ, എന്താണോ അവ വാങ്ങി വെച്ചേക്കുന്നത്. അപ്പം അത് വരുന്നുണ്ട്. അപ്പം അത് കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അതെപ്പോഴെത്തുക? അത് SMS വന്നിട്ടുണ്ട്, കുറച്ച് നേരത്തിനുള്ളിൽ എത്തും സാധനം. അപ്പോൾ 15-ാം തീയതി വരെ മുതൽ പൊട്ടിക്കാണ്ട് അത് സേവ് ചെയ്ത് വെക്കണം. പിന്നെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ 2 ദിവസം എവിടെയെങ്കിലും നിൽക്കാൻ പോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കാതെ. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കിളവി ആയാൽ ലൈക്ക് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഓക്കെ, അത് ഞാൻ പ്രായം എങ്ങനെ കഴിയും തോറാണ് എനിക്ക് റിയലൈസേഷൻ വരുന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ മിയർ നമ്പർ, വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു ബുദ്ധി വളർന്നിട്ടില്ല, ബുദ്ധി വളരാത്ത മൈൻഡ് ആൻഡ് എവറിത്തിങ് യുനോ ഈസ് ഇൻ 80s and 90s. 80s and 90s. 18, സ്വീറ്റ് 17. ബുദ്ധി 7ാം ക്ലാസ്സിലെ പിള്ളേരുടെയാണ്. എനിക്ക് ബുദ്ധി ഉണ്ടായിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മോളെ നമ്മൾ കുറച്ചുകൂടെ നടുക്കി പറക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. നമ്മൾ അവിടെ മറ്റേ മെട്രോയിലെത്തി. മെട്രോ വഴിയാണ് പോകുന്നത്. മെട്രോയിലേക്കാണ്. ഇവിടെ ഒരാൾ അൺഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയതായിട്ട് കോട്ട കെട്ടിയിരുന്നത് അതൊക്കെ ഒരു കളഞ്ഞ ചൂടെടുത്തിട്ടെ. എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. അങ്ങനെ നമ്മളിത് ആ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വരും, വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുമല്ലേ. മഞ്ച് ചെയ്യാനൊക്കെ ഇപ്പം തന്നെ സന്ധ്യയായി. ഇനിയിപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം നോക്കുമായിരിക്കും നമ്മൾ. ഭയങ്കര കൊതുകിൻ്റെ ശല്യം. ഇപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഇതാ പിന്നെ നിർത്തി ഫുഡ് കഴിക്കാനായിട്ട്. നേരത്തെ ചായ കുടിച്ചുള്ളൂ, അവിടെ നിന്ന് അത് അത്ര റെഡി ആയില്ല. കാരണം അത് കൊള്ളില്ലായിരുന്നു, വാട്ടവെള്ളം പോലത്തെ ആയിരുന്നു. അല്ലേ കൊണ്ടാപ്പി ഇവിടെ ഫുഡൊക്കെ കുറച്ച് ദാരിദ്ര്യമാണ്. നമ്മൾ മൂന്നാർ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓൺ ദ വേ ആണ്. അവർക്ക് 2 പേർക്കുള്ള പ്ലേറ്റാണ്, അവർ കൈ കഴുകാൻ പോയി.
അതാ വരുന്നുണ്ട് ഒരാൾ, ഹാജരായിട്ടുണ്ട്. മറ്റയാൾ പിന്നെ കൈ കഴുകുകയാണ്. അന്ന് ഒന്നുകൊടുത്ത് നിസ്കരിക്കാൻ പോവുക, വന്നില്ല ബൂബു വന്നില്ല. ഇതാണ് റജീബ്. റജീബ് എന്തെങ്കിലുമൊക്കെ പറയൂ. ആരാന്ന് വഴിന്ന് കിട്ടിയതാണെന്നൊക്കെ. അതാ വരുന്നുണ്ട്. ഇതാണ് ബോണ്ടറിന്റെ നെടുന്തൂണ്. നമ്മുടെ സ്റ്റേയിലെത്തി. ഇവിടെ ഇന്ന് നൈറ്റ് നിന്നിട്ട് നമ്മൾ നാളെ രാവിലെയാണ് സ്പോട്ട് നോക്കാൻ പോണത്. വെൾപ്പണിയിലാണ്. ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഇന്ന് ഇവിടെ ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന് ഇപ്പം അങ്ങോട്ട് കയറിയിട്ടുള്ളൂ. വണ്ടിയിലിരുന്നൊക്കെ ഉറങ്ങിപ്പോയി. പിന്നെ നാളെ രാവിലെ നേരത്തെ എണീക്കണം. ഞാൻ മറ്റേ ആ കൊച്ചിൻ്റെ വിട്ട് ആക്കിയതാ, മനസ്സിലായാരാന്ന്. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നമ്മളിതാ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മളെക്കാൾ ഒരുങ്ങാൻ ടൈം എടുക്കുന്ന 2 പേരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ അവർ കല്യാണത്തിന് പോകണമെന്ന് തോന്നണം. നമ്മൾ സ്ഥലം നോക്കാൻ വന്നിട്ട് അമ്മാതിരി റെഡി ആവലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് റെഡിയായി. പ്രിങ്കിൾസ് ഒക്കെ തിന്നിരിക്കുന്നതാണ്. വിശപ്പ് അങ്ങേ അറ്റെത്തിയപ്പോഴാണ് നമ്മൾ പ്രിങ്കിൾസ് ഒക്കെ തിന്നത്. അതും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനിവിടെ വന്നിട്ട് പുറത്തുപോയി ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മൾ സ്ഥലം നോക്കാൻ പോകും. ഈ സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതൊരു സാധാ ഒരു സ്റ്റേ ആണ് കേട്ടോ ഇവിടുത്തെ. പക്ഷേ വ്യൂ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വ്യൂ അത്ര നല്ലതല്ല. അങ്ങോട്ട് കണ്ട? ഓ, നിനക്ക് എൻ്റെ വ്യൂ അത്രക്ക് നല്ലതല്ലേ? അല്ലാടി, അതൊക്കെ പണ്ട്. ഇപ്പൊ കൊറേ ആയില്ലേ. മനസ്സിലായി. ബ്രേക്കപ്പ്. നോ, മോളാരും സഹിക്കൂലോ. എല്ലാരും സഹിക്കല്ലോ. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കേ സഹിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇതാണ് ഇവിടുന്ന് വ്യൂ. അതാ പിന്നെയും ഒരു വ്യൂ. നല്ല മഞ്ഞ കളർ ചെറു വീട്ടിൽ കൊണ്ടാന്ന് തോന്നുന്നത്. 2 കണ്ടിട്ടല്ലോ. അപ്പം നമ്മൾ ബോൺട്രെക്കിനെ പറ്റി ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാം. ഒന്നും കൂടെ കുറേ പേർക്ക് ഡൗട്ട് ആൻഡ് കൺഫ്യൂഷൻസ് ഒക്കെ പിന്നെ ഉണ്ട്. ബോൺട്രെക്ക് എന്താണ്? ബോൺട്രെക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ ഇനീഷ്യേറ്റീവാണ്. അതിലൂടെ നമ്മൾ എന്താ പറയുക, എല്ലാവരുമായിട്ടൊന്ന് മിങ്കിളാവാനും എന്താ പറയുക, എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഞങ്ങളും ഉണ്ടാവും. ത്രൂ ഔട്ട് ദ ജേർണി ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഉണ്ട്, നമുക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞങ്ങളെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലേക്കാണെങ്കിലും ബോൺട്രെക്കിൻ്റെ ഇൻസ്റ്റയിലേക്കാണെങ്കിലും കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അത് ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്. ലൈക്ക് നമ്മളല്ല അത് മാനേജ് ചെയ്യുന്നത്, നമ്മുടെ ടീമാണ് അത് ഇൻസ്റ്റാഗ്രാം പേജ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് വാട്സപ്പും. അപ്പോൾ അതിൽ വരുന്ന ആൾക്കാർ ലൈക്ക് ചോദ്യം എൻ്റെ ചെയ്യുന്നത് ആരാണ്, എന്താണ്, ലൈക്ക് ഞങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളല്ല അത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇൻസ്റ്റയും പിന്നെ വാട്സപ്പും ഒന്നും ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ജെനുവിൻലി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അല്ലാതെ ഹായ് ഹലോ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളും നിരാശരാകും, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതാണ് നമ്മൾ പറയാൻ വിചാരിച്ചത്. യാ